ഓറിയൻറ്റേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു എൻ സർഫസിൽ. ഒരു നോൺ ഓറിയൻറ്റേഷൻ്റെ എക്സാമ്പിളും നമുക്ക് കാണിക്കണം. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഒരു ഓറിയൻറ്റേഷൻ കിട്ടുക, നമുക്കൊരു ഡയറക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഓറിയൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓറിയൻറ്റേഷൻ എന്താ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു Rn+1 ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മളെടുക്കാം. Rn+1 അതിൻ്റെ ഉള്ളിലുള്ള ഒരു എൻ സർഫസ് നമ്മളെടുക്കാം. ആ എൻ സർഫസിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് നോർമൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓറിയൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വെക്റ്റർ ഫീൽഡാണ് അല്ലേ, ഡയറക്ഷൻസ് ആണ്, വെക്റ്റർ ഫീൽഡാണ്. അത് യൂണിറ്റ് ആയിരിക്കണം, നോർമൽ ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. അങ്ങനെയുള്ള വെക്റ്റർ ഫീൽഡിനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് വിളിക്കുക. നമ്മളോട് ഇവിടെ ചോദിച്ചത് ഓറിയൻറ്റേഷൻ ഓൺ എൻ സർഫസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എൻ സർഫസിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു എൻ സർഫസും അതിൻ്റെ കൂടെ ഒരു സ്പെസിഫിക് ചോയ്സ് ഓഫ് ഓറിയൻറ്റേഷൻ, ഒരു സ്പെസിഫിക് ചോയ്സിലുള്ള ഓറിയൻറ്റേഷനും കൂടി ചേർന്നാൽ അതിന് നമ്മൾ ഓറിയൻറ്റഡ് എൻ സർഫസ് എന്ന് പറയും. ഇനി നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് നോൺ ഓറിയൻറ്റേഷൻ സർഫസാണ്. നോൺ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പോയിൻറ്റിനെ നമ്മൾ ആ ഒരു ഗ്രാഫിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ഒരു ഓറിയൻറ്റേഷൻ കൊടുത്തിട്ട് നമുക്കതിന് കോൺട്രഡിക്ഷൻ കിട്ടുകയാണെങ്കിൽ അതെന്താവും, നോൺ ഓറിയൻറ്റേഷൻ സർഫസ് ആവും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മൊബിയസ് ബാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം മൊബിയസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാൻഡ്, ഒരു സർക്കിൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ച പോലത്തെ ഒരു സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ആ സർക്കിൾ ചുറ്റി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ അസ്യൂം ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അതെന്താണ്, നമ്മുടെ നോൺ ഓറിയൻറ്റബിൾ സർഫസിന് എക്സാമ്പിളാണ്.